അപ്പോൾ സാധാരണ ആണുങ്ങൾ ചെയ്യാത്തതും എന്നാൽ ആണുങ്ങൾ ചെയ്യേണ്ടതുമായ ചെയ്തു കൊടുത്താൽ സന്തോഷമാകുന്ന ഒരു കാര്യമുണ്ട്. വീട്ടു ജോലിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. പ്രോപ്പർട്ടി വന്നതിന് ശേഷം അത് പറയുന്നത്. കയ്യടിക്കല് നമ്മളുടെ സാരി കണ്ടപ്പോ ബീന ചേച്ചിയുടെയും യമന ചേച്ചിന്റെയും നാദരേന്റെയും ദിവ്യ ചേച്ചിന്റെ ഒക്കെ മുഖം അങ്ങ് വിടർന്ന്. നിനക്കില്ല? എനിക്കറിയാലോ എന്താ സംഭവം. ഇത് ഒരു ടാസ്ക് ഒന്നുമല്ല. പക്ഷെ ഇവന്മാര് വിചാരിക്കുന്നുണ്ടാവുമായിരിക്കും നമ്മൾ രണ്ടുപേരെ സാരി ഉടുപ്പിക്കാനാണെന്ന്. ഈ ഭാഗത്തുള്ളവർക്ക് ഒരു സന്തോഷം കൂടുതലുണ്ട്. എന്നെ സാരി ഉടുപ്പിക്കാനാണെന്ന് വെച്ചിട്ട് അവരുടുക്കാനാണെന്നായിരിക്കും ഞങ്ങൾ വിചാരിക്കുന്നു. അത് വേണ്ട പറഞ്ഞാൽ മതി. സസ്പെൻസ് ഇല്ല. അതായത് ഇതിനു മുമ്പ് നമ്മളിത് കണ്ടിട്ടുള്ളത് അങ്ങനെയല്ല. മടക്കണം അല്ല വടംവലി വടംവലി അല്ലല്ലോ. ഏറ്റവും മനോഹരമായ രീതിയിൽ സാരി എടുത്ത് മടക്കി ചെയ്യുന്നത് 2 മിനിറ്റാണ് സമയം. ഒരാൾക്ക് 2 മിനിറ്റ്. ഒരേ സമയം 2 ടീമുകൾ മത്സരിക്കും. പുരുഷ കേസരികളായിരിക്കും മത്സരിക്കുക. ഓരോ ടീമിൽ നിന്ന് ഒരേ സമയം 2 പേര് മത്സരിക്കുക. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരി ഇഷ്ടമുള്ള ശരി അവിടെ എടുക്കാം. സാരി എടുക്കുക, നന്നായി ഭംഗിയായിട്ട് മടക്കി ഇവിടെ കൊണ്ട് വെക്കുക. 2 മിനിറ്റിനകത്ത് ഏറ്റവും കൂടുതൽ സാരി ആരാണോ മടക്കി ഭംഗിയായിട്ട് വെക്കുന്നത് അവർ വിന്നർ. വെറുതെ മടക്കി കൂട്ടിയിട്ട് കാര്യമില്ല, നന്നായി മടക്കും. ഇവരും തമ്മിൽ എത്രമാത്രം ബന്ധമുണ്ടെന്ന് ജനങ്ങൾക്ക് ഇവർക്കൊക്കെ സാരി ഉടുത്ത് ബന്ധമില്ല. അളിയന്മാര് അനീഷേട്ടാ ഭാര്യക്ക് സാരി വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? ഏകദേശം എത്ര സാരി വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? എത്ര വർഷം കല്യാണം കഴിച്ചിട്ട്? 7 കൊല്ലം കൊണ്ട് എത്ര സാരി വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? 7,000. അത്രയൊന്നും ഇല്ല. അപ്സരക്ക് അത്ര കിട്ടിയിട്ടുണ്ടോ? രാമേന്ദ്രന്റെ നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ. നമ്മുടെ സ്വന്തം രാമേന്ദ്രൻ. ഭാര്യയുടെ സാരി എടുക്കുമ്പോൾ സാരിയുടെ പ്ലേറ്റ് പിടിച്ചു വെച്ചോ? പ്ലേറ്റ് ഞാൻ പല പ്രാവശ്യം പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. പുള്ളിക്കാരി തന്നെ പറയും ഞാൻ തന്നെ ചെയ്തോളാം. അല്ല എന്റെ ഭാര്യ അധികം സാരി ഉടുക്കാറില്ല, പക്ഷെ പ്ലേറ്റ് പിടിച്ചില്ല. പക്ഷെ റീസെന്റ് ഒരു സീനിൽ ഞാൻ നായികയ്ക്ക് ഉടുപ്പിച്ചു കൊടുത്തു. പക്ഷെ അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഉടുപ്പിച്ചു കൊടുക്കാനും എനിക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ അറിയില്ലായിരുന്നു. അപ്പോഴാണ് എന്റെ കൂടെയുള്ള ആർട്ടിസ്റ്റ് പറഞ്ഞത്. ഞങ്ങളൊരു ഉദാഹരണം വെച്ചാൽ ഞങ്ങളുടെ ഒരു വിശ്വാസം, ഞങ്ങളുടെ ഇവിടെ നിന്ന് പോകുന്ന പിന്നെ ഒരിടത്തും മോശക്കാരാണ്, ചീത്തപ്പേരുണ്ടാക്കും. ഇവിടുത്തെ പാത്രം വരെ കൈ വെച്ചിട്ട് അനീഷേ, നീ വൈഫിന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? സാരി പിടിപ്പിച്ചു കൊടുക്കാൻ അറിയില്ല, മടക്കി കൊടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തില് സത്യം പറഞ്ഞ ചേട്ടൻ പിടിച്ചു കൊടുത്തിട്ടില്ലേ? ഞാൻ TV കണ്ടോണ്ടിരിക്കുക. നമ്മളൊക്കെ അങ്ങനെയാണ്. അതാണ് റെഡി, ടൈം നോക്കാം. റെഡി 1 2 3 സ്റ്റാർട്ട്. നവീൻ സൂപ്പർ. നവീൻ
പ്രിയപ്പെട്ട ദീപൻ, ഇത് ഇന്നത്തേക്കാണ്. നല്ല നീറ്റായിരിക്കുന്നു. അയ്യടാ. ഒളിച്ചു വെച്ചോ. സത്യം ഈ സാരി നവീന്റെ സാരിയുള്ള എടാ നവീൻ ആ പൊട്ട സാരി അത് കൊള്ളില്ലത്. അവനതൊക്കെ അറിയാം. കുഴപ്പമില്ല കുഴപ്പമില്ല. ആ മതി മതി. കറക്റ്റ് ആയിട്ട് വീട്ടിൽ സാരി മടക്കാറുണ്ടെന്ന് ഇത് കണ്ടു പിടുത്തം ഷൂട്ടിങ്ങിനൊന്നും പോണില്ലെന്ന്. അവനത് ചേട്ടാ പണിയില്ലാത്തത് ഇതൊക്കെ തന്നെയാണ് എന്റെ പണി. ആദ്യം ആ, സൂപ്പർ. രണ്ടാമത്തെ സാരി ഇതാ, 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 ഇതാ. Yes, yes, സാരി പിടിക്ക്, സമയം കൂടി. ദാ, ദാ, സമയം അവസാനിച്ചു. സമയം അവസാനിച്ചു. എനിക്ക് ഇതും മടക്കണം. ഇവിടെ, അടങ്ങ്. അടിപൊളി. വീരോടും വാശിയോടും കൂടി ഒരു മത്സരമാണ് 2 മിനിറ്റിനകമാണ് മടക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് തൽക്കാലം അത് രണ്ടും അങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കാം. നമുക്ക് കാരണം രണ്ടുപേരും മത്സരിക്കാനുണ്ട്. ഇത് നവീന്റെ സംഭാവന. ഇത് തൊടണ്ട. അത് നവീന്റെ അല്ലടാ. ഇത് ഞാൻ ചെയ്തതാ. അത് കണ്ടറിയില്ലേ? എനിക്ക് സാധാരണ മോശമായി ചെയ്യുന്നത് നവീനാണല്ലോ. പക്ഷെ ഈ കാര്യത്തില് നവീൻ ചേട്ടൻ പെർഫെക്ഷൻ. പൊളി പൊളി. അതെ 2 മിനിറ്റ് കൊണ്ട് 2 സാരി മടക്കി. ചെറിയ കാര്യമല്ല. അപ്പൊ ദീപനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. പാവം. അല്ല എന്റെ ഭാര്യ ചുരിദാറാ ഇടുന്ന സാരി ഇപ്പൊ പറഞ്ഞോളൂ 7000 സാരി മേടിച്ചോളൂ. റെസ്റ്റ് എടുത്തോളൂ. അല്ല ഇതോടെ പഠിച്ചു ഇന്ന് വീട്ടിൽ പോയി എന്തായാലും ചെയ്തു. അപ്സര കാണിക്കാത്ത പോലെ ഞാൻ പോയിട്ടില്ലല്ലോ. അപ്സരയ്ക്ക് അറിഞ്ഞൂടാ. മീനെ മീനെ. റെഡി? മത്സരം തുടരുന്നു. വാപ്പ് നടക്കുന്നു. അടുത്ത കിച്ചൺ മാജിക്കിന്റെ വരൂ വരൂ വരൂ. റെഡി? 1 2 3 സ്റ്റാർട്ട്. കേറി ഇറങ്ങി നിൽക്കുന്നു. എന്താണ് എന്നെ തോപ്പിക്കാൻ വേണ്ടി ഇത്ര വരാ? നല്ലതാ, നല്ല അല്ല കാര്യം. അമ്മ സൂപ്പർ നീ തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. എടാ മാർക്ക് വേണമെങ്കിൽ ക്രിസ്തേട്ടൻ പടക്കം നോക്ക്. ആനയും മുയലും എടാ തിരക്ക് പിടിക്കണ്ട. ക്രിസ്തേട്ടന്റെ ക്ഷമ നോക്ക്. കണ്ടാ ഇപ്പൊ തന്നെ 4 ക്ഷമയാണ് എന്റെ ഗമ എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്രിസ്തേട്ടന് യാതൊരു പടക്കം നോക്ക്. ക്ഷമയാണ് എന്റെ ഗമ. എന്റെ ദൈവമേ ദേ. സൂപ്പർ. അയ്യോടാ. ആ മടക്കുന്ന രീതി നോക്ക്. സാരിക്ക് ഒരു നാക്കുണ്ട്. വെച്ചോ. കറക്റ്റ്. എനിക്കില്ല. അതിന്റെ ധൈര്യമല്ലേ? സാരിയുണ്ടല്ലോ. അല്ല താടിയാ. ടൈം കഴിഞ്ഞു. മക്കളെ മതി. ഏതാ നല്ലത്? നല്ലത് നടക്കാൻ പറ്റും. ഇപ്പൊ ഇത് കാഴ്ച അതാ ഇപ്പൊ നമ്മളിപ്പോ ഡയറക്റ്റ് ഇങ്ങനെ കാണുമ്പോ കറക്റ്റ് മടക്കി വെച്ചേക്കുന്ന വിഷ്ണു വിഷ്ണുവാണ് വിഷ്ണുവാണ്. ഇവിടെ ഇന്ന് പക്ഷേ മീനാക്ഷിക്ക് തോന്നുന്നു. ഇതില് വിഷ്ണു തോന്നുന്നു. വിഷ്ണു. നാദരയ്ക്ക് തോന്നുന്നു. അല്ല ഇവിടെ പോയപ്പോഴേ അത് കറക്റ്റ് ചെയ്താ അപ്സര എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എങ്ങനെയുണ്ടായിരുന്നു മത്സരം? സൂപ്പറായിരുന്നു. കാരണം ഒരു പരിചയമില്ലാത്ത പരിപാടിയാണ് ഇവരുടെ ചെയ്തപ്പോ മനസ്സിലായി. പക്ഷെ എന്നിട്ട് അവർ ചെയ്തില്ല. പക്ഷെ പരിചയക്കാർ ഉണ്ടായിരുന്നതിനകത്ത് 2 മിനിറ്റ് കൊണ്ട് 2 സാരിയൊക്കെ മടക്കി കളഞ്ഞു. സ്ത്രീകൾ പോലും അത് മടക്കില്ല സത്യം അല്ലേ? വിനച്ച് മടക്കൂ 2 മിനിറ്റ് കൊണ്ട്? കൊണ്ട് പറ്റൂ. ഇല്ല. 2 മിനിറ്റ് കൊണ്ട് ഒരു സാരി പറ്റും. ഞങ്ങൾ 5 മിനിറ്റ് കൊടുക്കാത്ത ഭാഗ്യമായി. ചേച്ചി 5 മിനിറ്റ് കൊടുക്കാത്ത ഭാഗ്യം. ഇല്ലെങ്കിൽ ദീപന്റെ പിടിച്ചു പിടിച്ചാൽ മടക്കിയാണ്. ഈ ദീപന്റെ
എടുത്തായിരുന്നു അതെ പിന്നെ മടക്കാൻ നേരത്ത് വീഴാനൊക്കെ പോയി ചെറിയ ഒരു മത്സരമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കണക്ക് രസമായിരുന്നു, സന്തോഷമായിരുന്നു. പലതരത്തിലുള്ള സാരി മടക്ക് കണ്ടിട്ടുണ്ടെങ്കിലും താടിയുള്ള സാരി കൂടെ നമ്മൾ കണ്ടു. അപ്പോൾ പിന്നെ വേഗത്തിൽ മടക്കുന്നവരെയും സാവകാശം മടക്കുന്നവരെയും കണ്ടു. പക്ഷെ എനിവേ എല്ലാവരും തമാശയ്ക്ക് സന്തോഷം. ദിവ്യ എന്ത് ഇത്ര ദേഷ്യപ്പെട്ടിരിക്കുന്നത്? ദിവ്യ സീരിയസ് ആണ്, ദിവ്യ സീരിയസ് ആണ്. ഞാൻ പറയുന്നത് ദിവ്യ വാ. എന്തുകൊണ്ട് ദിവ്യ വാ. ചെല്ല് ചെല്ല് ദിവ്യ ചെല്ല് ചെല്ല് ദിവ്യ. എന്നെ കുരിശിലേറ്റ അങ്ങനെയൊന്നുമില്ല, പറഞ്ഞ അനുസരിക്കും കുട്ടി. കണ്ണീന്നൊക്കെ വെള്ളം വന്നു. മഞ്ഞ സാരി എടുത്ത് മടക്കി മടക്ക് നോക്കട്ടെ വേഗം മടക്ക്. ഒറ്റ come on, ready? എടുത്തെടുത്ത് അപ്പോൾ കൺഗ്രാജുലേഷൻസ്, അടിപൊളിയായിരുന്നു. എനിവേ എന്തായാലും